വൾച്ചർ പോപ്പുലേഷനിൽ ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടായ സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഭൂമിയിലെ ഓർഗാനിക് വേസ്റ്റുകൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ നീക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഈ കഴുകന്മാർ. ഇപ്പോൾ നമ്മളുള്ളത് ഛത്തീസ്ഗഡിലെ അചനക്മാർ ടൈഗർ റിസർവിലാണ് കേട്ടോ. അവരുടെ തന്നെ കോട്ടേജിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ കാന സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കാന ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വൾച്ചർ കൺസർവേഷനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുക്കാനാണ് പ്ലാൻ. ടൈഗർ റിസർവ് ആണെങ്കിലും ഒരുപാട് നമ്പർ ഓഫ് ടൈഗേഴ്സ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. എന്നാലും എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ റെനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ കോട്ടേജസ് ഒക്കെ പണിയുന്നുണ്ട്. ഇവിടെ ഫോറസ്റ്റ് സഫാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മൺസൂൺ കാലത്ത് സെൻട്രൽ ഇന്ത്യയിലെ എല്ലാ ടൈഗർ റിസർവും പോലെ ഇവിടെയും ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മുടെ കാന നാഷണൽ പാർക്കുമായിട്ട് ഈ അചനക്മാർ ടൈഗർ റിസർവിന് ഒരു കണക്ഷൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും കാന നാഷണൽ പാർക്കിൽ നിന്ന് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കാട്ടിൽ ആനകളുണ്ട്. ആന മാത്രമല്ല കേട്ടോ, ഈ കാട്ടിലെ ലെപ്പേർഡ് പോപ്പുലേഷൻ നല്ല ഹൈ ആണ്. ഈ അചനക്മാർ ടൈഗർ റിസർവിൻ്റെ ഒരു മെയിൻ ഫോക്കസ് ആണ് കേട്ടോ വൾച്ചർ കൺസർവേഷൻ. ഇവിടുത്തെ വൾച്ചർ കൺസർവേഷൻ്റെ ഇൻചാർജായ അഭിജിത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ കൂടെ നമ്മൾ വൾച്ചർ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. ഈ വരുന്നതാണ് അഭിജിത്ത്. ഇവിടെ ഒന്നിലധികം വൾച്ചർ സോണുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല. വഴികളൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലിഫ് ഏരിയ ഉണ്ട്. ഇന്ത്യൻ വൾച്ചേഴ്സിൻ്റെ ഒരു സോണാണ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ കബനിയിലുള്ള പോലെ ഒരു ലെപ്പേർഡ് ബ്ലാക്ക് പാന്തർ കോംബോ ഉണ്ട് കേട്ടോ ഇവിടെ. ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞൊരു ചിത്രം അഭിജിത്ത് നമ്മളെ കാണിച്ചു. ഒരു ഹ്യൂജ് സൈസുള്ള ബ്ലാക്ക് പാന്തറും ഒരു ലെപ്പേർഡും. മഴക്കാലത്ത് ഇവർ സഫാരി ക്ലോസ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് യാത്ര തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. വഴികളൊക്കെ നല്ല മോശമാണ്. ആ കാണുന്നത് ഒരു റിവറാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും നല്ലൊരു മഴ കിട്ടിയാൽ ഈ ഭാഗത്ത് ആദ്യം ഫില്ലാവുന്നത് ആ റിവറായിരിക്കും. അങ്ങനെ ഈ വഴി ബ്ലോക്ക് ആവുകയും ചെയ്യും. ആ കാണുന്ന ക്ലിഫാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വൾച്ചർ പോയിന്റ്. ആ വൈറ്റ് കാണുന്ന പാട്ടൊക്കെ അതിൻ്റെ ഡ്രോപ്പിങ്സ് ആണ്. ക്ലിഫുകളിൽ അങ്ങനെ ആ വൈറ്റ് പാട്ട് കാണുമ്പോഴാണ് കേട്ടോ അതൊരു വൾച്ചർ സോൺ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ വൾച്ചർ നെസ്റ്റുകളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വാട്ടർ ബോഡി ഉണ്ടാവും കേട്ടോ. അത് ബ്രീഡിംഗ് ടൈമിൽ അവരുടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൾച്ചർ പോപ്പുലേഷനിൽ ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടായ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇന്ത്യൻ വൾച്ചേഴ്സിൻ്റെ പോപ്പുലേഷനിൽ 97% ഡിക്ലൈനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ IUCNൻ്റെ റെഡ് കാറ്റഗറിയിൽ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് കേട്ടോ ഈ ഇന്ത്യൻ വൾച്ചേഴ്സ്. ലോകത്തിൽ ഏകദേശം 5000 മുതൽ 15000 വരെ ഇന്ത്യൻ വൾച്ചേഴ്സേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. ലോകത്തിൽ ആവശ്യത്തിനും പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ഈ ഇന്ത്യൻ വൾച്ചേഴ്സ് 97% ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാവാൻ കാരണം ഡൈക്ലോഫെനാക് എന്ന ഒരു മെഡിസിനാണ് കേട്ടോ. മനുഷ്യർ കന്നുകാലികൾക്ക് സന്ധിവേദനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മെഡിസിൻ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ 2006 ഇന്ത്യയിൽ ഈ ഡൈക്ലോഫെനാക് വെറ്റിനറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം വന്നു. തൊട്ടുപിറകെ നേപ്പാളിലും പാകിസ്ഥാനിലും കൂടി ഈ നിയമം വന്നുവെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കഴുകൻ്റെ പോപ്പുലേഷനിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ 2008 ഈ മരുന്ന് വെറ്റിനറി ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ എന്ന നിയമം വന്നു. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ മെയിൻ പങ്ക് വഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ വൾച്ചേഴ്സ്. കഴുകന്മാരെ ഇല്ലാണ്ടായാൽ ചത്തുപോകുന്ന മൃഗങ്ങളുടെയും മറ്റും ശവശരീരങ്ങൾ ജീർണിച്ച് കിടക്കും. അത് ഡിസ്പോസ് ആവാനായിട്ട് സമയമെടുക്കും. അതിലൂടെ മലിനീകരണങ്ങൾ കൂടുകയും നമ്മുടെ വെള്ളവും മറ്റും മലിനമാവുകയും അതിലൂടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യരിലേക്കും ഒക്കെ ഒരുപാട് തരം അസുഖങ്ങൾ പകരുകയും ചെയ്യും. ഈ കഴുകന്മാരുടെ പോപ്പുലേഷൻ കുറഞ്ഞിരുന്ന ആ സമയത്ത് മനുഷ്യരിലേക്ക് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വ്യാപിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ട് കേട്ടോ. ഒരു ദേശാടന പക്ഷി അല്ല എന്നുണ്ടെങ്കിലും ശവശരീരങ്ങൾ തേടിയിട്ട് ഒരു ദിവസം ഏകദേശം 100-ലധികം കിലോമീറ്റർ വരെ ഇവർ സഞ്ചരിക്കാറുണ്ട് കേട്ടോ. 6-7 മണിക്കൂറോളം തുടർച്ചയായിട്ട് പറക്കാൻ ഇവർക്ക് സാധിക്കും കേട്ടോ. ഏകദേശം 5 വയസ്സ് പ്രായമാകുമ്പോഴാണ് കേട്ടോ ഈ കഴുകന്മാർ മച്ചുറാവുന്നതും ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ജുവനൈലായിട്ടുള്ള കഴുകന്മാർക്ക് തലയിൽ വെള്ള കളറിലെ ചെറിയ തൂവലുകൾ ഉണ്ടാവും. ഇവർ മച്ചുറായി വരുംതോറും ഈ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് തല കഷണ്ടിയായി വരും. പ്രായം കൂടുന്തോറും ഈ കറുപ്പ് കളർ കൂടിക്കൂടി വരും. ഈ കഷണ്ടിയായിട്ടുള്ള തല കൊണ്ട് ഇവർക്ക് 2 ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒന്ന്, പ്രകൃതിയിലെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇണങ്ങി ജീവിക്കാൻ ഇവർക്ക് സാധിക്കും. 2, ശവശരീരങ്ങൾ ഭക്ഷിക്കുമ്പോൾ തലയൊക്കെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാനും ഇവർക്ക് തൂവലുകളുടെ കുറവുകൊണ്ട് സാധിക്കും. ഒരു വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന ഇവരുടെ പ്രജനനകാലം നവംബർ മുതൽ മാർച്ച് വരെയാണ് കേട്ടോ. ഇവർക്ക് നമ്മുടെ വേഴാമ്പലിനെ പോലെ ഒരു പങ്കാളിയേ ഉള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ.
ഇവരുടെ എണ്ണം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തുവെങ്കിലും ഇവർ വളരെ സ്ലോ ആയിട്ട് പ്രജനനം നടത്തുന്ന ഒരു പക്ഷിയായതുകൊണ്ടും അടിമത്തത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ടും അതിനൊക്കെ നല്ല സമയമെടുക്കും എന്നും അത്രയധികം എഫക്റ്റീവ് ആവില്ല എന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഡൈക്ലോഫെനാക് എന്ന മെഡിസിൻ നിരോധിച്ചുവെങ്കിലും വെറ്റിനറി ആവശ്യങ്ങൾക്കുള്ള ഡൈക്ലോഫെനാക് ആണ് കേട്ടോ നിരോധിച്ചിട്ടുള്ളത്. മനുഷ്യ ആവശ്യങ്ങൾക്കുള്ള മെഡിസിൻസ് ഈ ഡൈക്ലോഫെനാക് കണ്ടന്റ് ഉള്ളതും ഡൈക്ലോഫെനാക് ജെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡൈക്ലോഫെനാക് അടങ്ങിയ 1% ശവശരീരത്തിന് ഏകദേശം 60 മുതൽ 90% വരെ വൾച്ചേഴ്സിനെ ഇല്ലാണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഏകദേശം 10%-ഓളം കണ്ടാമിനേറ്റഡ് ശവശരീരങ്ങളായിരുന്നു. ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വൈദ്യുതി ലൈനിൽ തട്ടിയും ട്രെയിൻ തട്ടിയും കാറ്റാടി മരങ്ങളിൽ തട്ടിയും പിന്നെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം എല്ലാം ഇവരുടെ പോപ്പുലേഷൻ വല്ലാണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യരിൽ പാർസി എന്നൊരു കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശവശരീരങ്ങൾ സൈലൻസ് ടവർ എന്നൊരു വലിയ ടവറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴുകന്മാർക്ക് തിന്നു തീർക്കാനായിട്ട്. കഴുകന്മാർ കുറഞ്ഞത് മൂലം ഇപ്പോൾ ആ ശവശരീരങ്ങൾ ഡിസ്പോസ് ആവാനായിട്ട് ഏകദേശം 6 മാസത്തോളം സമയം എടുക്കുന്നു എന്നാണ് കണക്ക്. ലോകത്തിൽ മൊത്തം 23 ടൈപ്പ് കഴുകന്മാരാണ് കേട്ടോ ഉള്ളത്. അതിൽ 9 ടൈപ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ 9 എണ്ണത്തിൽ 4 ടൈപ്പ് കഴുകന്മാർ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിലാണെങ്കിൽ വയനാട്, നാഗർഹോള, ബന്ദിപ്പൂര് അവിടെയൊക്കെ വൾച്ചേഴ്സിനെ കാണാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് വലിയ പോപ്പുലേഷൻ ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. 1986 ഏകദേശം 4 കോടിക്ക് മേലെയായിരുന്നു ഈ കഴുകന്മാരുടെ പോപ്പുലേഷൻ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നത്. അവരിൽ ഏകദേശം 97%-ഓളമാണ് ഇപ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത്. നമ്മുടെ ഭൂമിയിലെ ഓർഗാനിക് വേസ്റ്റുകൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ നീക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഈ കഴുകന്മാർ. അവരില്ലാതായാൽ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മൊത്തത്തിൽ തകരും. അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മുടെ ഈ അച്ചനഗ്മ ടൈഗർ റിസർവിൽ കഴുകന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വൾച്ചർ സേഫ് സോൺ എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകന്മാരുടെ പ്രസൻസുള്ള എല്ലാ കാട്ടിലും തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ കഴുകന്മാരെ നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ആ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പുറകിൽ ഒരു ലെപ്പേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ലങ്കൂർസൊക്കെ അലാം കോൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടിൽ ലെപ്പേർഡ് ഡെൻസിറ്റി നല്ല കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും നമുക്ക് കാണാനൊന്നും ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. ഈവനിങ് ആയപ്പോഴേക്കും നല്ല മഴക്കാർ വെച്ചതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിക്കൊരു പുഴ കാണിച്ചില്ലേ, നല്ലൊരു മഴ ഇവിടെ പെയ്താൽ ആ പുഴ നിറയും. പിന്നെ നമ്മളിവിടെ സ്റ്റക്കാവും, എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഒന്നുകൂടെ വരണം എന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഈ ക്ലിഫിൻ്റെ അവിടെയല്ല, ക്ലിഫിൻ്റെ താഴ്വര. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.